നമസ്കാരം. റിയൽ ന്യൂസ്. കോൺഗ്രസ് നേതാവായിരുന്ന ടി ഗണേഷ് ബാബുവിന്റെ 1ാം ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് ഉള്ളിയേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് യൂത്ത് കോൺഗ്രസ് കോഴിക്കോട് ജില്ലാ ഉപാധ്യക്ഷൻ എസ് സുനന്ദ് ഉദ്ഘാടനം ചെയ്തു. വിവിധ രോഗപരിശോധനകളും രോഗനിർണയവും ക്യാമ്പിൽ വെച്ച് നടന്നു. ക്യാമ്പിൽ 500ഓളം പേർ പങ്കെടുത്തു. DCC ട്രഷററും ജനകീയനും സാമൂഹ്യ സാംസ്കാരിക കാരുണ്യരംഗങ്ങളിൽ സജീവമായി പ്രവർത്തിച്ചു വരികയും ചെയ്തിരുന്ന ടി ഗണേഷ് ബാബുവിന്റെ 1ാം ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായാണ് യൂത്ത് കോൺഗ്രസ് ഉള്ളിയേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്ന ക്യാമ്പ് യൂത്ത് കോൺഗ്രസ് ജില്ലാ ഉപാധ്യക്ഷൻ എസ് സുനന്ദ് ഉദ്ഘാടനം ചെയ്തു. ഓരോ പൊതുപ്രവർത്തകരും ഇവിടെ വേദിയിലിരിക്കുന്നവരായാലും സദസ്സിലുള്ളവരായാലും ഓരോ കോൺഗ്രസ് നേതാക്കളായാലും പൊതുപ്രവർത്തകരായാലും തന്നെ ആരോഗ്യം നോക്കാതെ അല്ലെങ്കിൽ തന്നെ കുടുംബം നോക്കാൻ പോലും സമയം കിട്ടാതെ ഈ നാടിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുമോ അതൊക്കെ ആ രീതിയിൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് കടന്നു പോയിട്ടുള്ളവരാണ്. ചിലരൊക്കെ ദൈവം നേരത്തെ വിളിച്ചു. അങ്ങനെ ഗണേഷ് ബാബുവേട്ടൻ ഇത്ര നേരത്തെ കടന്നു പോകുമെന്ന് നമ്മളൊന്നും പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഗണേഷ് ബാബുവേട്ടൻ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് അതുപോലെ സഹകാരിക രംഗത്തൊക്കെ തന്നെ നിറഞ്ഞ സാന്നിധ്യമായി നിൽക്കുന്ന സമയത്താണ് നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ കടന്നു പോയിട്ടുള്ളത്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷമീൻ പുളിക്കുൽ അധ്യക്ഷനായി. റിഷ ഫാത്തിമ ബോധവൽക്കരണ ക്ലാസ് നടത്തി. കോഴിക്കോട് CH സെന്റർ സെക്രട്ടറി ഓളോങ്ങൽ ഉസൈൻ ക്യാമ്പ് വിശദീകരണവും നടത്തി. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KK സുരേഷ്, അഭിജിത്ത് ഉണ്ണികുളം, എടാടത്ത് രാഘവൻ, PP കോയ, അഡ്വക്കേറ്റ് സുധിൻ സുരേഷ്, നാസ് മാമ്പോയിൽ, റനീഫ് മുണ്ടോത്ത്, മോളി സജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. CH സെന്റർ കോഴിക്കോടിന്റെ സഹകരണത്തോടെ ബോധവൽക്കരണ ക്ലാസ്, കിഡ്നി രോഗനിർണയം, ട്രിനിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ നേത്രപരിശോധന, ഉള്ളിയേരി സുധർമ്മ സ്പെഷ്യാലിറ്റി ലാബുമായി സഹകരിച്ച് രക്തപരിശോധന, ഹീൽ ഹബ്ബ് ഫിസിയോതെറാപ്പി ഉള്ളിയേരിയുമായി സഹകരിച്ച് ഫിസിയോതെറാപ്പി, ജനറൽ പരിശോധനകൾ എന്നിവ നടന്നു. കൂടാതെ അവയവദാന സമ്മതപത്ര രജിസ്ട്രേഷനും ക്യാമ്പിൽ വെച്ച് നടന്നു. മെഡിക്കൽ ക്യാമ്പിൽ 500ഓളം പേർ പങ്കെടുത്തു. റിയൽ ന്യൂസ്, ബാലുശ്ശേരി.